എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് പതിയെ പതിയെ ഓപ്പണായി വരികയാണ്. ഒരുപാട് കാലത്തിന് ശേഷം അത്രയും വലിയ ഗേറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കടലിലെ തിരമാല അത് അതിശക്തമായിട്ട് ആഞ്ഞടിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ നേവി ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ആകെ ഷോക്കായി ചുറ്റും നോക്കും. കടലിലെ മാറ്റവും വലിയൊരു ഷാഡോ ഒക്കെ കണ്ട് അവർ ആ ഭാഗത്തേക്ക് നോക്കും. അപ്പൊ അവർ കാണും ആ വലിയ ഗേറ്റ് അതങ്ങനെ തുറന്നു കിടക്കുകയാണ്. അവരുടെ ലൈഫില് ആദ്യമായിട്ടാണ് ആ ഗേറ്റ് തുറക്കുന്നത് അവർ കാണുന്നത് പോലും. അവർക്ക് എന്താ നടക്കണേന്ന് മനസ്സിലാവില്ല. ആ ബസ്റ്റർ കോൾ അത് ആക്ടിവേറ്റ് ആയോ, നേവി ടീംസ് അവരിവിടേക്ക് എത്തിയോ എന്നൊക്കെ ചിന്തിച്ച് അവർ വീണ്ടും മുൻപോട്ടോടും. അതേസമയം പൗലിയും സോംബയും അവരും ആ ഗേറ്റ് തുറക്കുന്നത് കാണും. അവർക്കും അത് കണ്ട് ഒന്നും മനസ്സിലാവില്ല. പൗലി ഒരു സെക്കൻഡ് ഇപ്പൊ ലൂഫിയെയും ഫ്രാങ്കയെ കുറിച്ച് ആലോചിക്കും. അവരുറപ്പായിട്ടും സേഫായി തിരികെ വരുമെന്ന് ഒരു പ്രതീക്ഷ അവന്റെ ഉള്ളില് ഇപ്പോഴും ഉണ്ട്. പൗലി നിലവിളിച്ചു പറയും, എല്ലാവരും ഓടിക്കോ, ആരും നിൽക്കാൻ പാടില്ല, വലിയ അപകടം അത് നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ലൂഫിയും ആ ലൂച്ചിയും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ സെക്കൻഡ് ഗിയർ പവർ അതിലേക്ക് പോയതുകൊണ്ട് തന്നെ അവന് പതിയെ പതിയെ ശ്വാസമൊക്കെ മുട്ടാൻ തുടങ്ങും. ഒരുപാട് ഹീറ്റായി തീരെ വയ്യാതെ അവൻ അങ്ങനെ നിൽക്കും. ലൂച്ചിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത്രയും പവറുള്ള എന്നെ എങ്ങനെ ഇത്രയും നേരം ഇവൻ ഫൈറ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് നിന്നു? സോ ഇവന്റെ പവറും ഒട്ടും നിസ്സാരമല്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. കട്ട് ചെയ്താ നമ്മുടെ ഫ്രാങ്കി അവൻ റോബിൻ എന്ന് വിളിച്ചു കൂവി ആ സ്റ്റെയർ വഴി മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം ആ ഏജന്റ് വില്ലൻ സ്പാങ്ടം അവൻ പൊട്ടിച്ചിരിച്ച് അവളോട് പറയും, നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ആർക്കും ഇവിടേക്ക് വരാൻ കഴിയില്ല. നിന്റെ വിധി അത് നീ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് നിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ആ ഗേറ്റ് അത് നിനക്ക് മുൻപില് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ പിടിച്ചു വലിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ഗേറ്റിന്റെ മറുവശം കാണിക്കും. അവിടെയാണെങ്കിൽ നേവി ടീംസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റോബിനെയും ആ സ്പാങ്ടം വില്ലത്തിനെ കൊണ്ടുപോകാനായി അവിടെ ഓരോ സ്റ്റെപ്പിലും ഓരോ സോൾജേഴ്സ് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇവിടെ ആ സ്പാങ്ടം വില്ലൻ ആണെങ്കിൽ ഒരു വലിയ കയറ് റോബിന്റെ മേലെ വരിഞ്ഞു കെട്ടി അവളെ വലിക്കാൻ തുടങ്ങും. അതിനുശേഷം അവളോട് പറയും, ഇൻ കേസ് നിന്റെ ടീമിലുള്ള ആരെങ്കിലും ഇവിടേക്ക് വന്നാൽ ആ ബ്രിഡ്ജ് പൊട്ടി തകർന്ന് അവര് താഴെ വീണ് മരിക്കും. കാരണം ആ ബ്രിഡ്ജിന്റെ എൻട്രൻസില് ഞാൻ ഒരുപാട് ബോംബുകൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നു. പക്ഷെ റോബിനാണെങ്കിൽ അടിച്ചു പറയും, ഉറപ്പായിട്ടും അവരെന്നെ തേടി ഇവിടേക്ക് വന്നിരിക്കും. ഇത്രയും പ്രതിബന്ധങ്ങൾ താണ്ടി അവരെ കൊണ്ട് ഇവിടെ വരെ എത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും അവരെന്നെ രക്ഷിക്കും. സ്പാങ്ടത്തിനാണെങ്കിൽ അത് കേട്ട് കലി കയറും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് എത്ര തവണ പറഞ്ഞു ആരെ കൊണ്ടും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. വേൾഡ് ഗവൺമെന്റിന്റെ ഫ്ലാഗാണ് അവർ തകർത്തത്. അതിന്റെ ശിക്ഷയായിട്ടുള്ള ബസ്റ്റർ കോളില് അവര് പെട്ടുപോകും. ഇവിടെ കിടന്ന് അവര് വെന്തു മരിക്കും. ആ ഏജന്റ് വില്ലൻ സ്പാങ്ടം അവ കൈ ചുരുട്ടി അവളെ അറഞ്ച പുറഞ്ച ഇടിക്കും. എനിക്കിങ്ങനെ ഒരുപാട് നേരം നിന്നെ വലിക്കാൻ കഴിയില്ല, എന്റെ കൈ വേദനിക്കുന്നു. പക്ഷെ റോബിനാണെങ്കിൽ അവളുടെ സർവ്വശക്തി എടുത്ത് അവിടെ കിടക്കും. സോ വേറെ വഴിയില്ലാതെ സ്പാങ്ടം വീണ്ടും ആ കയറിൽ പിടിച്ചു വലിച്ച് അവളെ നിരക്കി മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അവൻ വീണ്ടും ഇപ്പൊ റോബിനെ നോക്കും. നിനക്കൊരു കാര്യം അറിയോ, നിന്റെ എല്ലാ ഹിസ്റ്ററിയും എനിക്കറിയാം. നിന്നെ രക്ഷിച്ച ആ ജയന്റ്, നിങ്ങളുടെ ഐലാൻഡ്, വോഹാറ, നിന്റെ അമ്മ, അങ്ങനെ എല്ലാവരെ കുറിച്ചും എനിക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം. അവർക്ക് എന്ത് സംഭവിച്ചു, നീ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചിരുന്നു, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നിനക്കൊരു കാര്യം അറിയോ, അന്ന് വോഹാറ ഐലാൻഡില് ബസ്റ്റർ കോൾ ചെയ്തത് മറ്റാരുമല്ല, എന്റെ പപ്പയാണ്. അത് കേട്ട് റോബിൻ അവൾ ഷോക്കാവും. റോബിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. സോ ഇവരാണ് ഫാമിലി ആയിട്ട് റോബിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവര്. അവൾ ഒരു മിനിറ്റ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് അവളുടെ അമ്മ അവളെ സേവ് ചെയ്യാൻ ശ്രമിച്ചതും ആ ജയന്റിന്റെ കയ്യിൽ കൊടുത്തതും ആ ദുഷ്ടൻ സ്പാങ്ടം വില്ലന്റെ പപ്പ പ്രൊഫസറിനെ ഷൂട്ട് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ആലോചിക്കും. ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൾ അവളുടെ ജീവനും കയ്യിൽ പിടിച്ച് ഒരുപാട് ഐലാൻഡുകളിൽ കയറി ഇറങ്ങി നടന്നു. എവിടെയും അവളെ ആരും സംരക്ഷിച്ചില്ല. എല്ലാവരും അവളെ ഒറ്റിക്കൊടുത്ത് കാശുണ്ടാക്കാൻ മാത്രമാണ് ശ്രമിച്ചു കൊണ്ടേയിരുന്നത്. അവൾ വീണ്ടും ആ ജയന്റ് അത് ചെറുപ്പത്തിൽ അവളോട് പറഞ്ഞ കാര്യം അത് ആലോചിക്കും. റോബിൻ, നീയാണ് ഈ വോഹാറ ഐലാൻഡിന്റെ ചരിത്രം സംരക്ഷിക്കേണ്ടവൾ. നിന്നെ കൊണ്ടല്ലാതെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഒരു കാരണവശാലും നീ മരിക്കാനോ ആ വില്ലന്മാരുടെ കയ്യില് ചെന്നു പെടാനോ പാടില്ല. റോബിനാണെങ്കിൽ അതൊക്കെ ആലോചിച്ച് ഒരുപാട് വിഷമാവും. അവൾ നിലവിളിച്ചു പറയും, ഒരു കാരണവശാലും
ഞാൻ മരിക്കില്ല. എന്നോട് ചെയ്ത എല്ലാ ക്രൂരതയ്ക്കും ഞാൻ നിന്നോട് മറുപടി ചോദിക്കുമെന്നും പറഞ്ഞ് അവള് കരഞ്ഞ് ഒത്തിരി വേദനയില് അവനെ നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഫ്രാങ്കി അവനവിടേക്ക് എത്തിയ അതേ സമയം അവൻ ഫിക്സ് ചെയ്തിരുന്ന ബോംബുകള് അത് എനേബിളായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ ബ്രിഡ്ജിന്റെ ഒരു പോർഷൻ തകർന്ന് ഫ്രാങ്കി അവൻ തെറിച്ച് വെള്ളത്തിലേക്ക് വീഴും. ഏജന്റ് വില്ലനാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഇവനെങ്ങനെ ഇവിടെ എത്തി? ഇവിടെ റോബിനാണെങ്കിൽ ഫ്രാങ്കിയെ കണ്ട് ഭയങ്കര ആശ്വാസമാവും. കാരണം അവളെ തേടി ആളുകൾ ഇവിടെ വരെ എത്തി. അല്പസമയത്തിനുള്ളില് ലൂഫി ആന്റിയും അവരിവിടേക്ക് എത്തും എന്ന് റോബിനും ആ സ്പാങ്ഡം വില്ലനും ഒരുപോലെ ഉറപ്പാവും. അത് കണ്ട സ്പാങ്ഡം അവൻ ഫുൾ ഫോഴ്സില് ആ കയറ് പിടിച്ച് വലിക്കും. റോബിൻ എത്രത്തോളം ഇറുക്കി പിടിച്ച് അവിടെ തന്നെ കിടക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ അതിലും ഫോഴ്സില് അവളെ വലിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. വില്ലനാണെങ്കിൽ ആ കപ്പലിനുള്ള സോൾജിയേഴ്സിനോട് നിലവിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് കപ്പൽ സ്റ്റാർട്ട് ചെയ്യ്, അടുത്തതായിട്ട് ആരെങ്കിലും വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവൻ അവളുമായി ഓൾമോസ്റ്റ് ആ ബ്രിഡ്ജിന്റെ എഡ്ജിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ അങ്ങനെ ലോട്ടറി അടിച്ച സന്തോഷത്തില് അവളുമായി ആ ബ്രിഡ്ജിൽ നിന്ന് കപ്പലിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കും. പക്ഷെ കറക്റ്റ് ടൈം വീഴാണ് വലിയൊരു ബുള്ളറ്റ് അവന്റെ നെഞ്ചില്. ബുള്ളറ്റ് കൊണ്ട് ആ വില്ലൻ തകർന്ന് താഴേക്ക് പോവും. നേവി സോൾജേഴ്സിനാണെങ്കിൽ എന്താ നടക്കണെന്ന് മനസ്സിലാവില്ല. അവരുടെ ഹെഡിനെയാണ് ആരോ ഷൂട്ട് ചെയ്തത്. അവര് വണ്ടറടിച്ച് ചുറ്റും നോക്കും. സോൾജേഴ്സ് ഉടനെ ആ ബ്രിഡ്ജ് മുഴുവൻ കയറി ഇറങ്ങി അവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവർക്കാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ആരെയും കാണാനായിട്ട് കഴിയില്ല. അവർ ആ സ്പാങ്ഡത്തിനോട് പറയും, ബോസ് ഇവിടെ ആരെയും കാണാനില്ല. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇത്രയ്ക്ക് വലിയ മണ്ടന്മാരാണോ? അവര് മറിഞ്ഞിരുന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്ക്. ഉടനെ സോൾജിയേഴ്സ് അവര് കാര്യമായി അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങും. പക്ഷെ ഒരുപാട് വെടിയുണ്ടകള് അത് അറഞ്ചം പുറഞ്ചം തെറിച്ചു വന്ന് ആ സോൾജിയേഴ്സിന്റെ ബോഡിയില് അങ്ങനെ തറച്ചു കയറുകയാണ്. അപ്പൊ ഒരുത്തൻ അവൻ ബൈനോക്കുലർ വെച്ച് ചെക്ക് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്ത ആളെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ഇവിടെ റോബിനാണെങ്കിൽ അവളുടെ സന്തോഷവും സങ്കടവും ഒക്കെ കൂടി വരികയാണ്. അപ്പ റോബിൻ അവള് പതിയെ കണ്ണടച്ച് ആ ജൈന്റിനെ ആലോചിക്കും. അവൻ അവസാനം പറഞ്ഞ കാര്യം, ഒരു കാരണവശാലും നീ ഒറ്റപ്പെട്ടു പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളവര് നിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അവള് കാത്തിരുന്ന് കിട്ടിയതാണ് നമ്മുടെ ആൾക്കാരെ. കട്ട് ചെയ്ത ആ ബൈനോക്കുലർ വെച്ച് നോക്കിയവൻ അവൻ പറയും, ബോസ് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ദൂരെ കാണുന്ന ആ ടവർ ഓഫ് ലോ, അവിടെ നിന്നാണ് നമ്മൾ അവൻ അറ്റാക്ക് ചെയ്യുന്നത്. സ്പാങ്ഡം വില്ലൻ ആണെങ്കിൽ ഷോക്കാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ അറ്റാക്ക് ചെയ്ത ആളെ കാണിക്കും. അത് മറ്റാരും അല്ല, സാക്ഷാൽ നമ്മുടെ ഉസോപ്പ്. ഇവിടെ റോബിനാണെങ്കിൽ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറയും. സ്പാങ്ഡോ ആണെങ്കിൽ അലറി പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യും. അതിന് ഉസോപ്പ് അവന്റെ തല തന്നെ ലക്ഷ്യമാക്കി അടുത്തൊരു ബുള്ളറ്റും പറപ്പിച്ചു വിടും. ആ ബുള്ളറ്റ് വന്ന് ഇടിച്ച് സ്പാങ്ഡം അവൻ തെറിച്ച് താഴെ വീഴും. വില്ലൻ ആ സോൾജിയേഴ്സിനോട് പറയും, നിങ്ങൾ അവനെ കണ്ടില്ലേ, ഇനിയും നോക്കി നിൽക്കാതെ അവനെ ഷൂട്ട് ചെയ്യ്. അപ്പോഴായിരിക്കും അവര് പറയാ, ഇത്രയും ലോങ്ങൊന്നും നമ്മുടെ ബുള്ളറ്റ്സ് പോവില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്നൈപ്പർ അവൻ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പില് ഇപ്പൊ റോബിൻ അവളവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സ്പാങ്ഡോ ആണെങ്കിൽ അവളെ ചൂണ്ടിക്കാണിക്കും, അവളെ വിടരുത്, അവള് മരിക്കുന്നത് വരെ അവളെ ഷൂട്ട് ചെയ്യ്. അടുത്ത സെക്കൻഡ് അവരറഞ്ചം പുറഞ്ചം റോബിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ ഫ്രാങ്കി അവൻ ആ ബ്രിഡ്ജിലേക്ക് ചാടി കയറി ഇപ്പൊ റോബിനെ കവർ ചെയ്ത് നിൽക്കും. അവന്റെ ബോഡി അത് അയൺ ബോഡി ആയതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ്സ് പോലും അവന്റെ ബോഡിയിൽ ഇറങ്ങില്ല. ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഉസോപ്പ് സ്നേഹിൽ വെച്ച് ഇപ്പൊ ഫ്രാങ്കിയെ കോണ്ടാക്ട് ചെയ്യും. ഉസോപ്പ് പറയും, ഫ്രാങ്കി നിന്റെ തൊട്ടടുത്ത് ഒരു ചുവന്ന ബണ്ടിലുണ്ട്, അതിൽ നാമി കൊടുത്തുവിട്ട ഒരുപാട് കീകളുണ്ട്, അത് നീ റോബിനെ ഏൽപ്പിക്ക്. അതിലേതോ ഒന്നാണ് അവളുടെ ഹാൻഡ് കഫ് തുറക്കാനുള്ള കീ. അത് കേൾക്കേണ്ട താമസം ഫ്രാങ്കി അവൻ ഓരോരോ കീ ആയിട്ട് ആ ഹാൻഡ് കഫിൽ ഇട്ട് നോക്കും. 5th കീ അത് കറക്റ്റായി മാച്ചായി അവളുടെ ഹാൻഡ് കഫ് അത് അൺലോക്ക് ആവും. പക്ഷെ എന്താ, റോബിൻ അവൾ ഓൾറെഡി ഒരുപാട് അടിയിട്ടിയൊക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ താഴേക്ക് വീഴാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ഫ്യൂസ് പോയി നിൽക്കും. സോ CP9 ടീമിനെ നിങ്ങൾ തല്ലി തോൽപ്പിച്ചോ? എന്റെ ഇത്രയും വലിയ ആഗ്രഹം അത് നിങ്ങൾ തകർത്തില്ലാതാക്കിയോ? അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ CP9 ടീമിലെ ഓരോരുത്തരായിട്ട് കാണിക്കും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് പറയും, റോബിനെ ഞാൻ റിലീസ് ചെയ്തു. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവര് ഭയങ്കര സന്തോഷത്തില് തുള്ളിച്ചാടും. ഇവിടെ റോബിനാണെങ്കിൽ
ഫ്രാങ്കിയോട് താങ്ക്സ് പറയും. അതിനുശേഷം ആ സ്പാങ്ടം വില്ലന്റെ ബോഡിയിൽ 6 കൈ കൊണ്ടുവന്ന് അവളെ കൊണ്ട് പറ്റും പോലെ അറഞ്ചം പൊറഞ്ചം അവൻ അടിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ എല്ലാം കഴിഞ്ഞു, നമ്മൾ ഈ മിഷനും സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തു എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും വലിയൊരു പൊട്ടിത്തെറി അവ കാണുക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.